ഹായ് ഗൈസ്, അപ്പോൾ ഞാനും തനുക്കുട്ടി ഏട്ടനും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ് ഏട്ടാ. അപ്പോൾ തനുക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് കരുതിയാണ് നമ്മൾ പുറത്ത് പോകുന്നത്. പോണ വഴിക്ക് തനുക്കുട്ടി ഉറങ്ങിപ്പോയി ഏട്ടാ. അപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകരയിലാണ് പോണത്. തനുക്കുട്ടിക്ക് ഒരു കാർ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയാണ് നമ്മൾ പോണത്. അപ്പോൾ നെയ്യാറ്റിൻകര സനൽ സൈക്കിളിൽ പോയി നോക്കാമെന്ന് കരുതിയാണ് പോണത്. അപ്പം അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ദൂരോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ആദ്യം അടുത്തുള്ളടത്ത് പോയി നോക്കാമെന്ന് കരുതിയാണ് നമ്മൾ ആദ്യം അടുത്ത് തന്നെ പോയത് ഏട്ടാ. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുക്കണത് കണ്ടിച്ചിരിക്കുകയാണ് ഏട്ടാ. ഗൈസ്, തനുക്കുട്ടിക്ക് കാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അവൾക്ക് കാർ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയത്. അവളുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ അവൾ ചെറുതായിരുന്നല്ലോ, അപ്പോൾ അവൾക്ക് ഇതിനെപ്പറ്റിയൊന്നും വലുതായിട്ട് അറിഞ്ഞുകൂടല്ല. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കൊടുക്കാത്തത്. ഇപ്പോൾ അവൾക്ക് വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ. അപ്പം ഞാൻ വിചാരിച്ച് അവൾക്കൊരു കാർ തന്നെ വാങ്ങിക്കൊടുക്കാമെന്ന്. അപ്പം അവിടെ പോയപ്പോൾ പറഞ്ഞ് മുകളിലത്തെ നിലയിലാണുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മുകളിൽ കയറി പോവുകയാണ് ഏട്ടാ. അവിടെ ഒരുപാട് കാറുണ്ടായിരുന്നു. ഈ ടൈമൊക്കെ തനുക്കുട്ടൻ നല്ല ഉറക്കമാണ് ഏട്ടാ എൻ്റെ ഇരുന്ന്. അപ്പം ഞാൻ വിചാരിച്ച് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ കരുതി. ഗൈസ്, ഒരുപാട് വണ്ടി ഇരിക്കണോണ്ട് ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞ ഏട്ടാ ഇതെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാണ് ഏട്ടാ നമ്മൾ ആദ്യം എടുത്തത്. ഗൈസ്, ഇത് ട്രെയിലായിട്ട് ഓട്ടിച്ച് നോക്കിയാലും ഞാൻ നോക്കിയാണ് ഏട്ടാ ഇതിനെക്കാട്ടി നല്ലതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ കളറൊക്കെ ഇഷ്ടപ്പെട്ടാണ്, അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തത്. ബട്ട് ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ ഈ കാറാണ് ഏട്ടാ ലാസ്റ്റ് ചൂസ് ചെയ്തത്. ഈ കാർ ചൂസ് ചെയ്യാൻ ഒരു കാരണമുണ്ട് ഗൈസ്. ഈ കാർ എനിക്കിവിടെ കയറിയിരുന്ന് ഓട്ടിക്കാം, അതുകൊണ്ടാണ് ഇത് തന്നെ ചൂസ് ചെയ്തത്. തനുക്കുട്ടിക്ക് ഇത് തന്നെ ഓട്ടിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒന്നേ റിമോട്ടിൽ ഓട്ടിക്കണം, അല്ലെങ്കിൽ ഞാൻ ഓട്ടിക്കുമ്പോൾ അവൾക്ക് അടുത്തിരിക്കണം. അപ്പോൾ ഞാൻ കരുതി ഇത് തന്നെ വാങ്ങിക്കാം. അപ്പം എനിക്കും കൂടെ ഓട്ടിക്കാൻ പറ്റും, തനുക്കുട്ടിയെ ഒരുമിച്ച് കളിപ്പിക്കാനൊക്കെ പറ്റുമല്ലോ എന്ന് കരുതിയാണ് ഇത് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഗൈസ്, തിരിച്ച് നമ്മളെ വണ്ടിയിൽ തന്നെ കൊണ്ടുവരാമെന്ന് കരുതി ഏട്ടാ. പക്ഷെ നമ്മളെ വണ്ടിയിൽ ഇത് കയറിയില്ല. പിന്നെ അവർ പറഞ്ഞു ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാമെന്ന്. അപ്പം ഏട്ടൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏട്ടാ ഇത് കൊണ്ടുവരണതും കാത്ത്. അപ്പോൾ ഗൈസ്, അവർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന ഉടൻ തന്നെ ഇത് ചാർജിലിടണം. അങ്ങനെ നമ്മൾ ചാർജിലിടുകയാണ് ഏട്ടാ. തനുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ഗൈസ്, കാർ കൊണ്ട് കാണിക്കാൻ കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്നു. ഗൈസ്, ഇത് വാങ്ങിച്ചപ്പോഴൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതിൽ അവൾ കയറിയിരിക്കാൻ പേടി എന്തെങ്കിലും കാണുമെന്നൊക്കെ. പക്ഷേ ഗൈസ്, അവൾക്ക് കയറിയിരിക്കാൻ പേടിയൊന്നും ഇല്ലായിരുന്നു. അവൾക്കിതിൽ നിറങ്ങാനാണ് മടി ഇപ്പോൾ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.